എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഞാൻ 2 ദിവസം മുൻപ് ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ മക്കൾക്കൊക്കെ സ്കൂൾ വെക്കേഷൻ വരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് ഞങ്ങൾ പുറത്ത്, അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് എനിക്ക് പല പല സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തു. അതിൽ കൂടുതൽ പേരും സജസ്റ്റ് ചെയ്തത് എനിക്ക് തന്നെ ഇഷ്ടമുള്ള മൂന്നാർ തന്നെയാണ്. എനിക്ക് മൂന്നാറിൽ പോകാൻ തന്നെയാണ് താല്പര്യം. കാരണം ഞാൻ ഇതുവരെ മൂന്നാർ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് മുതൽ ഇൻഷാല്ലാ തിരിച്ചു വരുന്നത് വരെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങളെയും കൂട്ടിയിട്ടാണ് ഞാൻ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളുടെ ഈ സലു കിച്ചണിലല്ല, നിങ്ങൾ സലു പ്ലസിലേക്ക് വരണം. അപ്പോൾ സലു പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് മുതൽ ഇൻഷാല്ലാ അപ്പോഴപ്പോഴുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സലു പ്ലസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോഴേക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം മറക്കാതെ നിങ്ങൾ സലു പ്ലസ് കാണണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നലെ ഇവിടെ കുറച്ച് പുട്ട് ബാക്കി വന്നു. എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നലെ അവരെന്തോ ചിപ്സ്, കേക്ക് അങ്ങനെയൊക്കെ ഉള്ളത് കഴിച്ചു കഴിഞ്ഞപ്പം റിസ്വാനും സൽമാനും കഴിച്ചില്ല. അപ്പോൾ അവർക്ക് പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം എനിക്കിങ്ങനെ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതേപോലെ എടുത്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ 2 വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റി അവർക്ക് തന്നെ കൊടുക്കാം. അപ്പം ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്വീറ്റായിട്ടും ഒന്ന് സ്പൈസി ആയിട്ടുള്ളതാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പേരൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾ തന്നെ അതിന് പേര് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഇട്ട് വിളിച്ചോളും. അപ്പം വരൂ, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു സൈസിലെ സവാള മതിയാകും. പിന്നെ വേണ്ടത് വറ്റൽ മുളക്, ഇതുപോലത്തെ 2 വറ്റൽ മുളക് മതിയാകും. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയ പുട്ടാണ്. അപ്പം ഇവർ രണ്ടുപേരും ഓരോന്നൊക്കെ കഴിച്ചിട്ട് ഈ രാത്രി അവരുടെ പുട്ട് അവർ കഴിച്ചിട്ടില്ല. അപ്പം ഈ പുട്ടിന് ഞാനിപ്പോൾ പുതിയ രൂപത്തിലാക്കി ഇവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് കാണാം. ഈ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലിവിടെ ചൂടായി വരുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് 2 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും വീണ്ടും ഞാൻ ഈ പാൻ തന്നെ എടുത്തു വന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ ഈ കുക്കിംഗ് നടത്തുന്നത്. എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി കേട്ടോ ഈ പാന്. ശരിക്കും നല്ല രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇതൊന്ന് വഴൻ്റെ ഉടൻ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കിത് പുട്ടാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. മുട്ടയെല്ലാം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചു കൊടുക്കാം. നന്നായിട്ടങ്ങ് സ്പൂൺ കൊണ്ടങ്ങ്
പൊടിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചേക്കണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് മക്കൾക്ക് കൊടുത്തു നോക്കൂ. ശരിക്കും അവരിത് അറിയത്ത് പോലും ഇല്ല പുട്ടാണെന്ന്. ഇവിടെ കുട്ടികൾക്ക് പുട്ട് ഇഷ്ടമാണ്, പക്ഷെ ഇന്നലെ അവർ ഇതൊക്കെ കഴിച്ചതുകൊണ്ട് അവർക്ക് അത് പിന്നെ കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുകയും ചെയ്ത്. പക്ഷെ എനിക്കിങ്ങനെ ആഹാര സാധനം വേസ്റ്റ് ചെയ്ത് കളയുന്നത് ഇഷ്ടമില്ല. അപ്പം ഇന്നലത്തെ പുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു അതൃപ്തി പ്രകടിപ്പിക്കും. അപ്പം അത് വരാതിരിക്കാൻ ഞാൻ ഇങ്ങനെയുള്ള ട്രിക്സൊക്കെ കാണിക്കുന്നത്. നല്ലോണം ഉടച്ചു കൊടുക്കുക. അറിയത്ത് പോലുമില്ല ഇത് പുട്ടാണ്. ഈ മുട്ടയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നുണ്ടേ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഒരു സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മാറ്റുക. കണ്ടോ, നല്ല ചൂട് പുട്ട് ഇവിടെ പുതിയൊരു രൂപത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി റിസ്വാന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഒരു സ്പെഷ്യൽ സാധനം. കൊള്ളാമോ? ഞാനിവിടെ ഒരു കുറ്റി പുട്ടാണ് ഇപ്പം ഞാൻ റിസ്വാന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. ഇനി ഞാൻ അടുത്ത ഒരു കുറ്റി ഉണ്ടല്ലോ, അത് മറ്റൊരു ടൈപ്പിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ വേണം നമ്മൾ നെയ്യിട്ട് കൊടുക്കാൻ കേട്ടോ. നെയ്യിട്ട് കൊടുത്തിട്ട് ഞാനിവിടെ കിസ്മിസ് യെല്ലോയും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആകുമ്പോഴേക്കും ഞാനിവിടെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ പഴം ആയത് കാരണം ഞാനിവിടെ 2 പഴം ഇട്ട് കൊടുക്കാണ്. ഞാനിപ്പോൾ എടുത്തത് വളരെ ചെറിയ പഴമല്ലേ. ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴേക്ക്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. നാളെ മുതൽ അവർ പുട്ട് വേണ്ട ഇത് മതി എന്ന് പറയും. പഴം ഒരുപാട് അങ്ങ് ഉടയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം ആയിട്ടൊന്ന് യോജിച്ചാൽ മതി. ഈ സമയം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒടിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഈ നെയ്യിൽ ഈ പുട്ടും പഴവും ഈ നട്ട്സും ഒക്കെ കൂടി നല്ലതുപോലെ യോജിക്കണം. കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ അത് ഇടണം എന്നൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങളുടെ വീട്ടിൽ ചെറി എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമ്മളിത് കുട്ടികൾക്ക് ബൗളിലേക്ക് വയ്ക്കുന്ന സമയം ഒന്ന് ആ ചെറി വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. സത്യം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മുടെ സ്വീറ്റായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണേ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത നമ്മളുടെ എഗ് സ്പൈസി പുട്ടും ബനാന സ്വീറ്റ് പുട്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ട് വന്നു കഴിഞ്ഞാൽ ആരും അത് വേസ്റ്റ് ചെയ്ത് കളയരുത്. നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ പുതിയ രൂപത്തിലാക്കി അതിനെ റെഡിയാക്കി മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ പുട്ട് കഴിക്കുന്നതിൽ നിന്നും വളരെ ടേസ്റ്റിയാണ്. ഈ സ്പൈസി എഗ് പുട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ബനാന സ്വീറ്റ് പുട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.